നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് പ്രോബ്ലംസ് ഉള്ളവരും എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങളെല്ലാം മാറും. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം വന്നു ചേരും. അതിനെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷമുള്ളത് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉള്ള ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ മത്സ്യ അവതാരത്തിൻ്റേതാണ്. നിങ്ങൾ അപ്പോൾ മനസ്സുരുകി നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. പിന്നെ അഗ്നിദേവൻ്റെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനകളാവട്ടെ, വിഷമങ്ങളാവട്ടെ, ശാരീരിക അസ്വസ്ഥതകളും അസുഖങ്ങളുമാകട്ടെ, എല്ലാം അഗ്നിദേവൻ്റെ സഹായത്താൽ അഗ്നിദേവൻ എരിച്ചു കളയുന്നതായിരിക്കും. നിങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ വേദനകളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ആരംഭിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സാമ്പത്തികത്തിനാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും സാമ്പത്തികം നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് സാമ്പത്തികം ചെലവാക്കാതിരിക്കുക. ഇപ്പോൾ ഒരു ട്രാപ്പിൽ തന്നെ, അതായത് എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളാണെങ്കിലും കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ആരെങ്കിലുമൊക്കെ പണം അപഹരിച്ചെടുക്കാനുള്ള സാധ്യത ഏറെ ഉള്ളൊരു ദിവസമാണ് ഇന്നത്തേത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് സത്യമാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇന്നത്തെ ദിവസം സാമ്പത്തികം ചെലവാക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേണ്ടത്ര സാമ്പത്തികം ഉണ്ട്, അല്ലെങ്കിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ആദ്യം സാമ്പത്തികം കുറച്ച് ചിലവാക്കാൻ പറഞ്ഞു, സൂക്ഷിച്ച് കണ്ട് ചിലവാക്കാൻ പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന്. അത് ഞാൻ കുറച്ചുകൂടെ വ്യക്തതയാക്കി തരാം. നിങ്ങളുടെ അരികിൽ ഇന്നത്തെ ദിവസം ശരിക്കും ഒരു സഹായം ആവശ്യമുള്ളവരും, അല്ലെങ്കിൽ ഒരു കാപഢ്യമായിട്ട് ഒരു ഫേക്കായിട്ട് സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടും ആരെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആളെ തിരിച്ചറിഞ്ഞ് മാത്രം ആ ഒരു സാമ്പത്തിക സഹായം കൊടുക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഒന്ന് തിരക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ചിലവാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികത്തിലൊരു വൻ നഷ്ടം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യമുള്ളവർക്ക് കണ്ടറിഞ്ഞ് സഹായവും കൊടുക്കുക നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്തു ആകട്ടെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് സംസാരിക്കണമെന്ന ആഗ്രഹമാകട്ടെ, അല്ലെങ്കിൽ അവരോട് നിങ്ങളുടെ പ്രണയം തുറന്നു പറയണം എന്നുള്ള ആഗ്രഹമാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കരിയർ സംബന്ധമായിട്ടുള്ള കാര്യമാവട്ടെ, നിങ്ങൾക്കത് പറയാനോ ചെയ്യാനോ മടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് എന്തോ നിങ്ങളെ പിന്നിൽ നിന്ന് വലിക്കുന്നുണ്ട്, നിങ്ങൾക്കത് എക്സ്പോസ് ചെയ്യാനുള്ളൊരു ധൈര്യമില്ല, അങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളതോ ചെയ്യാനുള്ളതോ ഉള്ളിലൊതുക്കി ഇരുന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും യാഥാർത്ഥ്യമാവുകയില്ല. നിങ്ങളുടെ ഇഷ്ടം ആ വ്യക്തിയോട് തുറന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ കരിയർ സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തിയോട് നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയോട് തുറന്ന് പറയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹമുണ്ട് എന്ന സത്യം ആ വ്യക്തി തിരിച്ചറിയുകയുള്ളൂ. നിങ്ങൾ ആ വ്യക്തിയോട് തുറന്ന് പറയണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരാനും ഏറ്റവും നല്ല അനുയോജ്യമായ ദിവസമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ലോട്ടറി എടുക്കുകയോ ഇപ്പോൾ സാമ്പത്തികം നിങ്ങൾക്ക് വന്നു ചേരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾക്ക് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫലം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സുകാരാണ്, അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കസ്റ്റമർ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഓർഡേഴ്സ് തരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയോ അബണ്ടൻസ് വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്.
നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു മെസ്സേജ് കേട്ടിട്ട് നിങ്ങൾക്കിന്ന് സാമ്പത്തികം വന്നു ചേരും എന്ന് കരുതിയിട്ട് അവിടെ വെറുതെ ഇരിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുക്കണം. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരൂ. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു വാണിംഗ് ആണ് എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം ഇപ്പോൾ നിങ്ങൾക്ക് പഴയ സുഹൃത്തുക്കൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തുടരാൻ സാധിക്കുമെന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ സ്നേഹബന്ധം ഇന്ന് പുതിയൊരു സ്നേഹബന്ധം വരാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. ആ വ്യക്തിയിൽ നിന്നും ഒരു കോൾ ഇവിടെ നിങ്ങൾക്കിന്ന് പ്രതീക്ഷിക്കാം എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾ ആരെയും പ്രണയിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്ന് ആരോ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ ആരോ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ കുറച്ച് കാലമായിട്ട് ആരോ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരാൾ നിങ്ങളോട് ഇന്ന് വന്ന് അവരുടെ പ്രണയം നിങ്ങളോട് പറയാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ബോധം വെക്കുവാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു ദുർബലരാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം, അല്ലെങ്കിൽ മറ്റുള്ളവർ കരുതുന്നുണ്ട് നിങ്ങൾ പൊതുവെ ഇച്ചിരി സ്ട്രെങ്ത് ഉള്ള പവറുള്ള ഒരു മനുഷ്യനാണ് എന്ന്. പക്ഷെ അവർ കരുതുന്നതിൽ അപ്പുറമാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് നടത്തുവാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ യൂണിവേഴ്സ് സപ്പോർട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക. എന്ത് സിറ്റുവേഷൻ, ജീവിതത്തിൽ എന്ത് മോശാവസ്ഥ വന്നു കഴിഞ്ഞാലും അതൊക്കെ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷമഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. യൂണിവേഴ്സിന് തന്നെ നിങ്ങളുടെ ഈ ഒരു സങ്കടമാണെങ്കിലും ഈ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്, ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജ് കണ്ടു നിൽക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ അത്രമേൽ ഈശ്വരനോട് ഒരു വിശ്വാസത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തോ ഒരു നേരിയ പ്രതീക്ഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരു ബിഗ് ചേഞ്ച് തന്നെ കൊണ്ടുവരും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് വന്നു ചേരുന്നതാണ്. ഇപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടുന്ന് വിദേശത്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വല്ലതും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ കോൾസ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശ യാത്ര ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു റിപ്ലൈ എവിടെന്നെങ്കിലും കിട്ടും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ജോലിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് മൂലം സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു യാത്ര പോകൂ. എന്നിട്ട് യാത്ര പോയതിന് ശേഷം നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വെച്ചിട്ട് തിരികെ വരൂ. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സന്തോഷം ലഭിക്കും. യൂണിവേഴ്സിൻ്റെ എല്ലാവിധ സപ്പോർട്ടും അനുഗ്രഹവും നിങ്ങൾക്ക് ഒപ്പമുണ്ട്. നിങ്ങൾ ഇത്രയും കാലം സങ്കടം അനുഭവിച്ച് പ്രാർത്ഥനയൊക്കെ യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം, ഇന്നത്തെ ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങൾക്ക് തുണയായിട്ട്, നിങ്ങൾക്ക് അനുഗ്രഹം തരുവാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാരവും അഗ്നിദേവനും നിങ്ങൾക്ക് തുണയായിട്ടുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉള്ളത് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.
അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.